ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസേറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസേറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള യേശു പറഞ്ഞ വചനമാണ്. യേശു പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആമേൻ. സ്തോത്രം. മാനുഷികമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒന്നും സ്ഥിരതയില്ലാത്ത ഈ ലോകത്ത്, സങ്കടങ്ങളും സന്തോഷങ്ങളും മാറി മാറി വരുന്ന ഈ ലോകത്ത്, ഒന്നും ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് യേശു ക്രിസ്തുവിൽ ജീവിക്കാൻ പ്രിയമുള്ളവരെ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി ലോകത്ത് ജീവിക്കുമ്പോൾ വലിയ വാഗ്ദത്തങ്ങൾ യേശു നൽകിയിട്ടുണ്ട്. നമ്മളെ കൈവിടത്തില്ല, നമ്മളെ ഉപേക്ഷിക്കത്തില്ലെന്ന്. ആ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. പ്രത്യാശയോടെ യേശു ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുകയും ചെയ്യാം. നമുക്കായി സ്ഥലമൊരുക്കുവാൻ പോയ യേശു വേഗം മടങ്ങി വരും. യേശു വരുമ്പോൾ സന്തോഷത്തോടെ യേശുവിനോടൊപ്പം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ യേശുവിനോടൊപ്പം, അല്ല മരിച്ചിട്ടുണ്ടെങ്കിൽ നിത്യതയിലേക്ക് നമുക്ക് യേശുവിനോടൊപ്പം കടന്നു പോകാം. എല്ലാവരെയും ഇന്ന് പകൽക്കാലവും യേശുവിൻ്റെ നാമത്തിൽ ഐശ്വര്യമായി സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന എല്ലാ മുഖങ്ങളിലും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.